കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരായ കേസിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. സിസ തോമസിനെതിരായ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെയായിരുന്നു സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ വ്യക്തികളായ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുതെന്നും സുപ്രീംകോടതി പരാമർശിച്ചു. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, സർക്കാരിന് തിരിച്ചടിയാണ് നിസ്സംശയം. എന്തൊക്കെ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നുണ്ട് സിസ തോമസിനെതിരായ ഹർജി തള്ളിക്കൊണ്ട്? സിസ സിസ തോമസിനെ നേരത്തെ KTU സർവകലാശാലയുടെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സർക്കാരിന്റെ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നതും. കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരെ സർക്കാർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. സിസ തോമസിനെതിരെ നടപടി ഹൈക്കോടതി നേരത്തെ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ വ്യക്തികളായ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു പരാമർശം ആണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഒരു പ്രാഥമികമായ വാദം പോലും കേൾക്കാതെയാണ് സിസ തോമസിനെതിരായ സർക്കാരിന്റെ അപ്പീൽ തള്ളുകയും ചെയ്തത്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കുറ്റാരോപണ മെമ്മോയും തുടർ നടപടികളുമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത്. ഇത് ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. സർക്കാരിന്റെ നടപടികൾ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവെക്കുന്നു. അതായത് ഡിവിഷൻ ബെഞ്ചിന്റെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കും എന്നതാണ് സുപ്രീം കോടതിയുടെയും വിധിയും. മാത്രമല്ല, സിസ തോമസിന്റെ നിയമനം നേരത്തെ 2 തവണ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്തിരുന്നു. അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ആരോപണങ്ങളായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. അത്തരമൊരു അപ്പോൾ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് പിന്നീട് കുറ്റാരോപണ മെമ്മോ വഴി ഉന്നയിച്ചതും. ഈ കുറ്റാരോപണ മെമ്മോ ചോദ്യം ചെയ്ത് സിസ തോമസ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ഉണ്ടായതും. സംസ്ഥാന സർക്കാർ സിസ തോമസിനെതിരെ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സർക്കാരിന്റെ അനുമതിയില്ലാതെ KTU VCI സ്ഥാനമേറ്റു എന്നതായിരുന്നു. ഔദ്യോഗിക ഫയലുകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തിയെന്നും ഫയലുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തുവെന്നും കൃത്യനിർവഹണത്തെ വീഴ്ച വരുത്തി തുടങ്ങിയ ആക്ഷേപങ്ങളായിരുന്നു സിസ തോമസിനെതിരെ ഉണ്ടായിരുന്നത്. ഇത് സിസ തോമസിന് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ആശ്വാസകരമാകുന്ന ഒരു ഇടപെടൽ കൂടിയാണ്. വിശദമായ വാദം കേൾക്കാതെയാണ് ഹർജി തള്ളിയത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ശ്യാം, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇത് നേരത്തെ ഹൈക്കോടതിയുടെ വിധി, അതായത് സിസ തോമസിന് ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ കുറ്റാരോപണ മെമ്മോയും തുടർ നടപടികളുമെല്ലാം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വാദങ്ങളെല്ലാം സുപ്രീം കോടതി തള്ളുന്നു. അതല്ലെങ്കിൽ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ഇത് കൂടുതൽ വിശദമായ വാദം കേൾക്കേണ്ടതില്ല എന്നൊരു നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുകയും തുടർന്ന് ഹർജി തള്ളുകയുമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളുകയുമായിരുന്നു. ഇതിൽ പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ തർക്കത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെന്നത് വ്യക്തികളാണ്. അത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുത് എന്നൊരു നിരീക്ഷണവും കൂടി നടത്തിയാണ് സുപ്രീം കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.